രാജ്യം വിൽക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തിയവർ എല്ലാ വിഭവങ്ങളും വിൽക്കാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിമാനത്താവളം വില കുറഞ്ഞ രീതിയിൽ വിൽക്കുക, ഇലക്ട്രൽ ബോണ്ടുകൾ എടുക്കുക, ഖനികൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുക, ഇലക്ട്രൽ ബോണ്ടുകൾ എടുക്കുക, കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വിൽക്കുക, ഇലക്ട്രൽ ബോണ്ടുകൾ എടുക്കുക, രാജ്യത്തെ വിൽക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം വിളിച്ച നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് സംഭാവനകൾക്കായി രാജ്യത്തിന്റെ എല്ലാ വിഭവങ്ങളും വിൽക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ കർഷകൻ തന്റെ വിളയ്ക്ക് മിനിമം താങ്ങുവില പോലും ചോദിക്കരുത്, കാരണം കർഷകൻ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നില്ല. അതൊരു വിചിത്രമായ വിരോധാഭാസമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം. വിളകളുടെ മിനിമം താങ്ങുവില MSP ഉറപ്പു നൽകാൻ നിയമം ഉണ്ടാക്കുന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങളുമായി കർഷകർ പഞ്ചാബിന്റെയും ഹരിയാനയിലെയും അതിർത്തികളിൽ സമരം തുടരുകയാണ്. ഏറെ നാളായി കാത്തിരുന്ന തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമാണെന്ന് ജയറാം രമേശ് പറഞ്ഞു. ഫണ്ട് ചെയ്യുന്നവർക്ക് വിശേഷാധികാരം നൽകി മോദി സർക്കാർ അന്നദാതാക്കളെ അടിച്ചമർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. VVPAT വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികളെ കാണുന്നത് തുടരുമെന്ന വസ്തുതയും സുപ്രീം കോടതി ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വോട്ടിംഗ് പ്രക്രിയയിൽ എല്ലാം സുതാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര പിടിവാശിയെന്നും അദ്ദേഹം ചോദിച്ചു. ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി. ഈ പദ്ധതി കള്ളപ്പണം തടയുമെന്ന് സർക്കാർ വാദിച്ചതായി കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഈ വാദം ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ബാധിക്കുന്നില്ല. ഈ പദ്ധതി വിവരാവകാശ ലംഘനമാണ്. ദാതാക്കളുടെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നുവെന്നും കോടതി പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല എന്നായിരുന്നു സുപ്രീം കോടതി മറുപടി നൽകിയത്. ആർട്ടിക്കിൾ 19(1) പ്രകാരമുള്ള അറിയാനുള്ള മൗലികാവകാശത്തിന്റെ ലംഘനമാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. തുടർന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്.